മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിലുകളുമായിട്ട് രംഗത്ത് വരുന്നതിനെതിരെ പോലും കുരുപൊട്ടിക്കൊണ്ട് കമ്മിത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടൊരു ഇടതുപക്ഷത്തെ MP രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വ്യക്തിയൊക്കെ MP ആയിട്ട് എന്താണ് നമ്മുടെ നാടിന് ചെയ്യുന്നത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല. അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ MP നമ്മുടെ കേരള ജനതയോട് കമ്മിത്തരം വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ വലിയ വിദ്യാർത്ഥി സമരം അവസാനിച്ചിട്ട് ഒരാഴ്ചയായി ഇന്നേക്ക്. കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നല്ലോ. ഈ ഒരാഴ്ചയ്ക്ക് ശേഷവും ഈ സമരത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനോ, അത് കേവലം നീറ്റിന്റെ വിഷയം മാത്രമായിരുന്നില്ല, ഞാൻ അതിലേക്ക് വരാം, അത് ഉൾക്കൊള്ളാനോ, അവസാനം അത് എന്താണ് മനസ്സോടെ ഉൾക്കൊണ്ട് ഈ മന്ത്രി രാജിവെക്കേണ്ടി വന്നെങ്കിലും അതൊന്നും അങ്ങ് സ്വീകരിക്കാൻ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിനെ ന്യായീകരിക്കുന്നവർക്കും കഴിയുന്നില്ല എന്നുള്ളതിന്റെ ധാരാളം തെളിവുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പാർലമെന്റ് മടക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പോലും അവിടെ വരാതെ സ്ഥിരം രീതിയിൽ തന്നെ നമുക്കിപ്പോൾ അതൊന്നും ഡിബേറ്റ് ചെയ്യാനുള്ള നേരമില്ല. അപ്പോൾ അങ്ങനെ 3 റീലുകൾ, 1-2 എക്സ്പോസ്റ്റുകൾ ഒക്കെ നടത്തി ഒരു തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുകയാണ്. പാർലമെന്റിനകത്ത് അദ്ദേഹം വരുന്നേയില്ല. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഇതിന്റെ ഒരു വിജയം ഉൾക്കൊള്ളാൻ, തൻ്റെ ഒരു ധാർഷ്ട്യത്തിനോ അഹങ്കാരത്തിനോ ഒക്കെ ഏറ്റവും തിരിച്ചടിയാണ് എന്ന് ഉൾക്കൊള്ളാൻ ഇപ്പോഴും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഈ വീഡിയോകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി സമരം ഡൽഹിയിൽ മാത്രം നടന്നൊരു കാര്യമായിരുന്നില്ല. ശ്രീ രാജേഷ് ഇവിടെ ഈ സമരത്തെ ന്യായീകരിച്ചുകൊണ്ടും എന്നാൽ അതിനെ എതിർത്തുകൊണ്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അനുഭവ സമ്പത്തുള്ളൊരു മാധ്യമപ്രവർത്തനമൊക്കെയാണ്. പക്ഷേ ഈ സമരം ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു. എത്ര ശതമാനമാണ് ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞ ഇത്തരത്തിലുള്ള ഒബ്സീനായ വീഡിയോസ് ഉണ്ടായിട്ടുണ്ടാവുക? ഇത് CJP എന്ന് പറയുന്ന പാർട്ടി വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഒരിക്കലും അവർ അവകാശപ്പെട്ടിട്ടില്ല. അവർ ടേക്കപ്പ് ചെയ്തിരുന്ന, അവർ ആദ്യം പറഞ്ഞിരുന്ന 2-3 വിഷയങ്ങളിൽ ഒന്ന് SIR ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കും. അതിനിടയിലാണ് ഈ പ്രധാനപ്പെട്ട വിഷയം ഉയർന്നു വരുന്നത്. അവരത് ടേക്കപ്പ് ചെയ്തു. ഈ സമരത്തിൽ പങ്കെടുത്തവരിൽ വിദ്യാർത്ഥികളല്ലാത്ത കുറേ പേര് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ ജന്തർ മന്ദിറിനെ അറിയുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരങ്ങൾ അറിയുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സമരം നടത്തുന്ന കാലത്ത് സമര സഹായ സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ അതിന്റെ ഭാഗമാക്കാവും. ജന്തർ മന്ദിറിൽ നടന്നിരിക്കുന്ന എല്ലാ മാസീവായ സമരങ്ങളിലും അങ്ങനെ ഇപ്പോൾ കൃത്യമായി തന്റെ വയസ്സെത്രയാണ്, 18 വയസ്സ്, താൻ വിദ്യാർത്ഥിയാണോ, തനിക്ക് എത്ര വയസ്സ്, ഇങ്ങനെയൊന്നും ചോദിച്ചാലോ ആളുകൾ പങ്കെടുക്കുക ഒരു വലിയ മുന്നേറ്റമായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുള്ള നിലവിളി ഇടതുപക്ഷമൊന്നും അവസാനിപ്പിച്ചിട്ടേ ഇല്ല. ഒരു തലമുറയെ അഡ്രസ് ചെയ്യാൻ റീൽ ഇറക്കുന്നു എന്നൊക്കെയാ. അതല്ലെങ്കിൽ അങ്ങനെയല്ലേ? പണ്ട് മുതല് പുതിയ ടെക്നോളജി ഒന്നും തന്നെ ഈ ഇടതുപക്ഷത്തിന് അങ്ങ് ദഹിക്കൂല. നമ്മളൊക്കെ തന്നെ ഒരുപാട് സമരങ്ങളൊക്കെ കണ്ടതല്ലേ. നമ്മൾ അതിലേക്കൊന്നും തന്നെ പോകുന്നില്ല. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒരു തലമുറയെ മാത്രമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യുന്നത്. അദ്ദേഹം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇൻസ്റ്റയിലിട്ട വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലേക്കാണ് അവർ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഈ ഇടതുപക്ഷത്തിന്റെ MP പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ കേട്ടില്ലേ? അതായത് എന്താണ് ഈ സമരം, ഇതെന്താണ് വിഷയമെന്നോ അത് അഡ്രസ് ചെയ്യാനോ സാധിച്ചിട്ടില്ല എന്ന്. എന്തിനാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ കമ്മിത്തരം വിളിച്ചു പറയുന്നത്? എന്തിനാണോ പുതിയ തലമുറ രാജ്യത്ത് സമരം ചെയ്തിട്ടുള്ളത്, ആ തലമുറയുടെ ആവശ്യം എന്തായിരുന്നോ? നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട സമരം, അതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലും ലോക്സഭയിലും ഒരു ബില്ല് പോലും പാസ്സാക്കിയില്ലേ? ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവന്നില്ലേ? ഇതൊക്കെ ഈ രാജ്യസഭ MP മനസ്സിലാവുന്നില്ലേ? ഈ സമരം ചെയ്തത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഉൾക്കൊള്ളുന്നില്ല എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാൻ. അതെങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? പുതിയ നിയമം രാജ്യത്ത് കൊണ്ടുവന്നു. അതായത് എക്സാമുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ചെയ്യുന്ന ആളുകൾക്കെതിരെ 10 കോടി രൂപ വരെ പിഴ, അതേപോലെ തന്നെ 10 വർഷം വരെ കഠിന തടവ് ഉൾപ്പെടെയുള്ള ഒരു പുതിയ നിയമം രാജ്യത്ത് കൊണ്ടുവന്നു. എന്നിട്ടും പറയാണ് ആ സമരത്തെ ഉൾക്കൊള്ളുന്നില്ല എന്ന്. ആ സമരത്തെ ഉൾക്കൊണ്ടത് കൊണ്ടല്ലേ വിദ്യാഭ്യാസ മന്ത്രി ഈ രാജിവെച്ചിട്ടുള്ളത്? ജനാധിപത്യപരമായിട്ട് ഈ പുതുതലമുറയുടെ സമരത്തെ സ്വീകരിച്ചോ? എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ കലാപം നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതും ഈ ഇടതുപക്ഷ MP തന്നെ ചാനൽ ചർച്ചയിൽ അറിയാതെ പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വേറെയും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അതെ, വിദ്യാർത്ഥികൾ മാത്രമല്ല വന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അത് തന്നെയാണ് കോടതിയും ഉയർത്തിപ്പിടിക്കുന്നത്. കലാപം നടത്തിയവരെ വെറുതെ വിടില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, വാർത്തകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടല്ലോ. ഡൽഹി സമരം വിജയിച്ച ആഹ്ലാദത്തിൽ 23 പ്രവാസികൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ പേര് ഷാജി നിലമ്പൂര്. അതായത് മലയാളി പ്രവാസി വ്യവസായിയും
അബ്രിക്കോ ഫ്രൈറ്റ് കമ്പനിയുടെ ഉടമയുമായ ഷാജി നിലമ്പൂരാണ് സ്വന്തം സ്ഥാപനത്തിലെ 23 ജീവനക്കാരെ സമരമുഖത്തേക്ക് അയച്ചത്. വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം തുടങ്ങി യാത്രയുടെയും താമസത്തിന്റെയും മുഴുവൻ ചിലവും കമ്പനി വഹിച്ചു. ഇത്തരം രാജ്യവിരുദ്ധരുണ്ട്. അതായത് മറ്റൊരു രാജ്യത്ത് കമ്പനി നടത്തുക, മറ്റൊരു രാജ്യത്ത് സകല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക, ഒരു തെറ്റുമില്ല. എന്നാൽ അവിടത്തെ കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ അവിടെ നിന്ന് ആളെ അയച്ചിട്ടുള്ള ഷാജി നിലമ്പൂരിനെതിരെ ഈ പറയുന്ന ഗൾഫില് കേസൊക്കെ കൊടുത്താൽ അവിടുത്തെ ഗവൺമെന്റ് ഏത് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും? നമുക്കതൊക്കെ ഒന്ന് നോക്കണ്ടേ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. വിവേകമുള്ള മലയാളികൾ ചിന്തിച്ചാൽ മതി. അന്യരാജ്യത്ത് ബിസിനസ് ചെയ്യുക, അതിൽ ലാഭം ഉണ്ടാക്കുക, എന്നിട്ട് സ്വന്തം രാജ്യത്തെ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ ആളെ പറഞ്ഞയക്ക, കൂലി കൊടുത്ത് ആളെ പറഞ്ഞയക്ക, വിമാന ടിക്കറ്റ് ഉൾപ്പെടെ കൊടുത്ത്. ഇത്തരം നെറുകെട്ട ഒരുപാട് രാജ്യവിരുദ്ധർ ഡൽഹി കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ കലാപകാരികളെ ഒന്നും വെറുതെ വിടൂല. ഏതായാലും ഇടതുപക്ഷത്തിന്റെ MP തന്നെ പറഞ്ഞല്ലോ, വിദ്യാർത്ഥികൾ മാത്രമൊന്നല്ല പലരും വരും, ആ പലർക്കും എതിരെയാണ് കേസെടുക്കുന്നത്. കേന്ദ്ര സർക്കാർ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പുതിയ തലമുറയിലെ ഒരാൾക്കെതിരെയും സമരം ചെയ്ത ഒരാൾക്കെതിരെയും കേസെടുക്കൂല. ഇപ്പൊ എന്താണ് ചാനലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്? മാപ്പ് പറയേണ്ടത് ആര് എന്ന രീതിയിൽ. അതായത് നരേന്ദ്രമോദി ക്ഷമിച്ചു എന്ന് പറയുന്നത് പോലും ഉൾക്കൊള്ളാനാവുന്നില്ല. ഇതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, മോദി അങ്ങനെ എന്ത് പറയൂ. യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നടന്ന സമരം പോലും നരേന്ദ്രമോദി സർക്കാർ സംവിധാനം തങ്ങൾക്ക് അനുകൂലമാക്കി കഴിഞ്ഞു. അതിന്റെ വേദനയാണ് ഇടതുപക്ഷ MP വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയമല്ലേ മറ്റൊരു ജനതാ പാർട്ടി, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞു കുറച്ച് ആളുകൾ വന്നിട്ട് ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചു എന്ന് പറയുമ്പോ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനേറ്റിട്ടുള്ള കനത്ത തിരിച്ചടിയാ. അതിന്റെ വെപ്രാളമാണ് ഇടതുപക്ഷ MP നിലവിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ഇടതുപക്ഷ MP ഒക്കെ ഇന്ത്യ ജാർഖണ്ഡിലേക്കൊന്നും പോവാത്തത്? അവിടെ സമരം നടക്കല്ലേ, ആയിരക്കണക്കിന് പുതുതലമുറയിലെ ആളുകൾ അവിടെ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞില്ലേ. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മലയാള മാധ്യമങ്ങൾ കേട്ടിട്ടേ ഇല്ല, കാണുന്നുമില്ല. ആയിരക്കണക്കിന് പുതുതലമുറയിലെ ആളുകൾ രംഗത്തിറങ്ങിയ ഇന്ത്യ മുന്നണിക്ക് എതിരെ ജാർഖണ്ഡിൽ സമരം തുടങ്ങി. ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. സുതാര്യത കൊണ്ടുവരണം, JPSC JSC ക്രമക്കേടുകൾ ആരോപിച്ച് ജാർഖണ്ഡ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. ജാർഖണ്ഡിലെ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ റാഞ്ചിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം വെള്ളിയാഴ്ച 3ാം ദിവസത്തിലേക്ക് കടന്നു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെയും പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണമെന്ന ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നതുവരെ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ പ്രതിഷേധക്കാർ വിസമ്മതിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ നാഷണൽ മീഡിയാസിലൊക്കെ വരുന്നു. ഇന്ത്യ മുന്നണിക്ക് എന്തൊക്കെ തരത്തിൽ അവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ തരത്തിൽ സമരങ്ങളൊക്കെ വരും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊന്നുമുണ്ട്, ഇടതുപക്ഷ MP പറഞ്ഞതുപോലെ തന്നെ പുതുതലമുറയിൽപ്പെട്ടതല്ലാത്ത, വിദ്യാർത്ഥികളല്ലാത്ത, ബ്യൂട്ടി പാർലർ നടത്തുന്ന, അങ്ങനെ പലതും നടത്തുന്ന, മൊബൈൽ ഷോപ്പുകൾ നടത്തുന്ന ആളുകളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ, പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പൊ തന്നെ വരിക്ക് നിന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സമരം ചെയ്ത ഒരാൾ, സമാധാനപരമായി സമരം ചെയ്ത ഒരാളുമല്ല. പ്രധാനമന്ത്രിയുടെ അമ്മയെ പോലും വെറുതെ വിടാതെ തോന്നിയത് വിളിച്ചു പറഞ്ഞ ആളുകൾ ഇപ്പോ വരിക്ക് നിന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാണ് മാപ്പ് പറയിപ്പിക്കുന്നത് എന്നൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും മാപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ മാതാവിനെ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കലാപത്തിനിറങ്ങിയ ആളുകളെ, കലാപകാരികളെ രാജ്യത്തെ നിയമ സംവിധാനം വെറുതെ വിടില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇടതുപക്ഷ MP-യും അതായത് ലേശം ബുദ്ധിയുള്ള ആളുകളൊക്കെ കാര്യം കത്തിയിട്ടുണ്ട്. ഈ സമരം ഭരണപക്ഷം സ്കോർ ചെയ്തു പോയി എന്നും പ്രതിപക്ഷത്തിനാണ് ഇത് ഏറ്റവും വലിയ കനത്ത തിരിച്ചടി എന്നും. കാരണം
ഒരു സമരം ചെയ്തിട്ട് ഇന്നേ വരെ 3-ാം ടൈമിലാണ് നരേന്ദ്രമോദി സർക്കാർ എത്തി നിൽക്കുന്നത്. ഒരു സമരം ചെയ്ത് വിജയിപ്പിക്കാൻ രാജ്യത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അതേസമയം കർഷക സമരം, ഇവിടെയുള്ള പുതുതലമുറ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പുതുതലമുറ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചോ. ജനാധിപത്യ രാജ്യമാണ്, അതിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് നരേന്ദ്രമോദി സർക്കാർ അത് സ്വീകരിച്ചോ. മാത്രവുമല്ല, നിരന്തരം റീലുകളിലൂടെ പുതുതലമുറയിലേക്ക് നേരിട്ട് ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങളെ ഉപയോഗിച്ചല്ല, നേരിട്ട് നിങ്ങൾക്കിടയിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിച്ചോ. ആ സമരത്തെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കിയിരിക്കുന്നു. ഞാനിതിപ്പം പറയുമ്പോ ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ലെങ്കിലൊന്നും സാരമില്ല. 2029 വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, ഈ സമരവും നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് സ്കോർ ചെയ്തത് എന്ന്.